നമസ്കാരം പ്രിയമുള്ളവരെ, 2021 കേരള നിയമസഭയിലേക്കുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാകുമ്പോൾ കോൺഗ്രസ് ഏറെക്കുറെ ഉറപ്പിച്ച സീറ്റാണ് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട്. രാഷ്ട്രീയ വിശകലന വിദഗ്ധരും തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരുമൊക്കെ നെടുമങ്ങാട് സീറ്റ് കോൺഗ്രസിന് കിട്ടുമെന്ന് ഉറപ്പിച്ചു. കാരണം കോൺഗ്രസിന്റെ യുവമുഖം PS പ്രശാന്ത് ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥി. വളരെ നല്ലതുപോലെ പ്രസംഗിക്കുവാൻ കഴിയുന്ന തിരുവനന്തപുരം ജില്ലയിൽ യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള PS പ്രശാന്ത് ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് നല്ല പശ്ചാത്തലമുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നേരത്തെ വിജയിച്ചിട്ടുള്ള ആ സീറ്റ് കോൺഗ്രസിന്റെ ലിസ്റ്റിൽ കൂട്ടി. പക്ഷേ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ വളരെ അത്ഭുതം ജനിപ്പിച്ചുകൊണ്ട് GS അനിൽ, ഇപ്പോൾ CPIയുടെ മന്ത്രി, അദ്ദേഹം 25,000-ൽ പരം വോട്ടുകൾക്ക് PS പ്രശാന്തിനെ പരാജയപ്പെടുത്തി. പരാജയം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ പോലും ഇത്ര വലിയൊരു പരാജയം അത് കോൺഗ്രസ് അണികളെയും നേതാക്കന്മാരെയും ഒക്കെ അത്ഭുതപ്പെടുത്തി. പ്രത്യേകിച്ചും PS പ്രശാന്ത് അവിടെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരോപണങ്ങളുടെ കുന്തമുന തിരിച്ചത് നേരത്തെ അവിടെ MLA ആയിരുന്ന പാലോട് രവിക്കെതിരെയാണ്. അദ്ദേഹമാണ് അവിടെ നിന്ന് തന്നെ പിന്നിൽ നിന്ന് വലിച്ച് പരാജയപ്പെടുത്തിയതെന്ന് ആരോപണം ഉന്നയിച്ചു. മാത്രമല്ല തിരുവനന്തപുരം DCCക്കുള്ളിലൊക്കെ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചു. പാലോട് രവിയും അതുപോലെ ഈ PS പ്രശാന്തുമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചു. പക്ഷെ KPCC അവസാനം ഈ ആരോപണങ്ങളുടെ കുന്തമുനയൊക്കെ നീണ്ടു ചെന്ന പാലോട് രവിയെയാണ് അവിടെ DCC പ്രസിഡന്റ് ആക്കിയത്. അദ്ദേഹം നടത്തിയ വിവാദങ്ങളൊക്കെ നമുക്ക് പിന്നീട് അറിയാം. ദേശീയ ഗാനം ഉൾപ്പെടെ അവസാന സമയത്ത് BJP കോൺഗ്രസിന്റെ സ്പേസ് എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും ഫോൺ സംഭാഷണങ്ങളും ഒക്കെ അദ്ദേഹത്തിനെ വലിയ വിവാദങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. എന്തായാലും അതിനുശേഷം PS പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് പടിയിറങ്ങി അദ്ദേഹം CPMൽ എത്തി. അദ്ദേഹം ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ് തിരുവിതാംകൂർ. അദ്ദേഹം CPM വിട്ടുകഴിഞ്ഞു. മറ്റൊരു പേര് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ അവിടെ നെടുമങ്ങാട് പരിഗണിക്കപ്പെട്ടത് മുൻ DCC ട്രഷററായ MA ലത്തീഫിൻ്റെതാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഉടനീളം വലിയ അനുയായി വൃദ്ധമുള്ള നേതാവാണ് MA ലത്തീഫ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന് പുറത്താണ്. അദ്ദേഹത്തെയും കോൺഗ്രസ് പുറത്താക്കിയിരുന്നു. ഇടക്കാലത്ത് MM ഹസൻ KPCC പ്രസിഡന്റായ സമയത്ത് ഈ K സുധാകരൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവധിയെടുത്ത സമയത്ത് MM ഹസൻ ലത്തീഫിനെ തിരിച്ച് കൊണ്ടുവന്നിരുന്നെങ്കിലും, പാർട്ടിയിലേക്ക് തിരികെ അദ്ദേഹത്തെ കൊണ്ടുവന്നിരുന്നുവെങ്കിലും പിന്നീട് തിരികെ എത്തിയ സുധാകരൻ അദ്ദേഹത്തെ വീണ്ടും പുറത്താക്കിയിരുന്നു. വലിയ സ്വാധീനമുള്ള ജില്ലയിലുടനീളം വലിയ അനുയായ വൃദ്ധമുള്ള കോൺഗ്രസ് നേതാവാണ് MA ലത്തീഫ്. അതുകൊണ്ട് തന്നെ MA ലത്തീഫ് ഇപ്പോൾ പാർട്ടിക്ക് പുറത്തായത് കൊണ്ട് തന്നെ നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുവാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ നിയമസഭയിൽ അദ്ദേഹത്തെ അവിടെ പരിഗണിച്ചിരുന്നു. ഒടുവിൽ A ഗ്രൂപ്പിന്റെ വലിയ സമ്മർദ്ദമൊക്കെ ഉണ്ടായിട്ടാണ് അദ്ദേഹത്തെ മാറ്റിയിട്ട് പ്രശാന്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇപ്പോൾ MA ലത്തീഫും പ്രശാന്തും ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ ആരാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന വലിയ ചർച്ച ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ചും ഈ ചർച്ചകളൊക്കെ ചെന്ന് നിൽക്കുന്നത് മറ്റൊരു മുൻ MLA MA വാഹിദിലേക്കാണ്. കാരണം അടുത്തുള്ള കഴക്കൂട്ടം മണ്ഡലത്തിൽ 3 പ്രാവശ്യം MLA ആയിരുന്ന ആളാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീടുൾപ്പെടുന്ന, നേരത്തെ അദ്ദേഹം MLA ആയിരുന്ന കഴക്കൂട്ടം മണ്ഡലത്തിൽ അവിടെ റീഷഫ്ലിംഗ് നടത്തിയപ്പോൾ 2 പഞ്ചായത്തുകൾ ഇപ്പോൾ നെടുമങ്ങാട് മണ്ഡലത്തിലേക്ക് ചേർന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒന്ന് വെമ്പായവും ഒന്ന് അണ്ടൂർക്കോണവുമാണ്. ഈ 2 മണ്ഡലങ്ങളും MA വാഹിദിന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ MA വാഹിദ് ഒരുപക്ഷെ നെടുമങ്ങാട് മണ്ഡലത്തിൽ മത്സരിച്ചാൽ വിജയിക്കാൻ പറ്റും എന്ന ഒരു അവലോകനം കോൺഗ്രസ് നടത്തുന്നുണ്ട്. MA വാഹിദ് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്. കഴക്കൂട്ടത്ത് നിന്ന് അദ്ദേഹം 2001-ൽ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. കാരണം UDFന് സീറ്റ് കൊടുത്തത് ലീഗിനായിരുന്നു. ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ 3-ാം സ്ഥാനത്താക്കിക്കൊണ്ട് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചു വിജയിച്ചിട്ടുണ്ട്. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ 10,000-ലധികം വോട്ടുകൾക്ക് അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് 2001-ൽ. 2006-ലും 2011-ലും അദ്ദേഹം കഴക്കൂട്ടത്ത് നിന്ന് വീണ്ടും 2 പ്രാവശ്യം കൂടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ 2 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2006-ൽ ഈ കഴക്കൂട്ടം മണ്ഡലം അത് ഈ മണ്ഡല പുനരൂപീകരണത്തിൻ്റെ ഭാഗമായി വെട്ടിമുറിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് സ്വാധീനമുള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് മംഗലാപുരം പഞ്ചായത്തൊക്കെ, മംഗലാപുരം പഞ്ചായത്ത് ചിറയൻകീഴ് മണ്ഡലത്തിൽ എത്തി. അതുപോലെ അണ്ടൂർക്കോണം പഞ്ചായത്ത് നെടുമങ്ങാട് മണ്ഡലത്തിൽ എത്തി. അങ്ങനെ അദ്ദേഹത്തിന് ജനിച്ചു വളർന്ന, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ തട്ടകങ്ങളായ പല പഞ്ചായത്തുകളും മറ്റുള്ള മണ്ഡലങ്ങളിലായിട്ടും അദ്ദേഹത്തിന് കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുവാൻ കഴിഞ്ഞു. പ്രത്യേകിച്ചും മുസ്ലിം സ്വാധീനമില്ലാത്ത, മുസ്ലിങ്ങൾ വളരെ നാമമാത്രമായ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് വിജയിക്കുവാൻ പറ്റി. മിക്കപ്പോഴും BJPയുടെ വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന നിഗമനം ജില്ലയിലുള്ള ആളുകൾ നടത്തുന്നുണ്ട്. എന്തായാലും അതിനുശേഷം കഴക്കൂട്ടം മണ്ഡലം
അത് വെട്ടിമുറിക്കപ്പെട്ടിട്ട് പോലും 2 പ്രാവശ്യം അദ്ദേഹം അവിടെ നിന്ന് വിജയിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. പക്ഷേ 2016 അദ്ദേഹം 3-ാം സ്ഥാനത്ത് എത്തപ്പെട്ടു. 2001-ലും 2006-ലും 2011-ലും വിജയിച്ച അദ്ദേഹം 2016-ൽ 3-ാം സ്ഥാനത്ത് എത്തപ്പെട്ടു. കാരണം അവിടെ ബി.ജെ.പിക്ക് കുറച്ചുകൂടി ശക്തനായ മുരളീധരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വന്നു. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന നായർ വോട്ടുകളൊക്കെ മുരളീധരനിലോട്ട് പോയി. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ പരാജയപ്പെട്ട് 3-ാം സ്ഥാനത്തെത്തിയത്. പക്ഷേ അദ്ദേഹത്തെ നെടുമങ്ങാട് മണ്ഡലത്തിൽ ഇപ്പോൾ പരിഗണിക്കുന്നു എന്ന വാർത്ത തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഉയരുന്നുണ്ട്. നെടുമങ്ങാട് മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളായിരുന്ന ചില പഞ്ചായത്തുകൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തെ അവിടെ പരിഗണിക്കുന്ന സാധ്യത. എങ്കിൽ കോൺഗ്രസിന് അവിടെ വിജയസാധ്യതയുണ്ട്. കാരണം നേരത്തെ MLA ആയിരുന്ന പിന്നീട് DCC പ്രസിഡന്റായ സ്ഥാനമൊഴിയേണ്ടി വന്ന പാലോട് രവിയെ പരിഗണിക്കപ്പെടുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് അവിടെ നിന്ന് കിട്ടുന്നത്. എന്തായാലും MA വാഹിദ് നെടുമങ്ങാട് നിന്ന് മത്സരിക്കുകയാണെങ്കിൽ ആ മണ്ഡലം പിടിച്ചെടുക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും ഈ തിരുവനന്തപുരം ജില്ലയിലെ പ്രത്യേകത എന്ന് പറയുന്നത് സിറ്റിക്കകത്തുള്ള ആളുകളൊക്കെ അവരൊരു രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അവർ തമ്മിലുള്ള ഒരു ഐക്യവും ഒക്കെ ഉണ്ടാകും. സിറ്റിക്ക് പുറത്തുള്ള ആളുകൾ വേറൊരു ഗ്രൂപ്പ്, അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ 2 സംഭരണ മണ്ഡലങ്ങൾ അവിടെ അടുത്തുണ്ട് എന്ന് പറയാം. സംഭരണ മണ്ഡലങ്ങൾ അടുത്തുണ്ടെന്ന് പറയാം. ആറ്റിങ്ങലും ചിറയൻകീഴുമാണ് അടുത്തടുത്തുള്ള 2 സംഭരണ മണ്ഡലങ്ങൾ. അത് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെ ഈ അടുത്തടുത്ത് 2 സംവരണ മണ്ഡലങ്ങൾ വരുവാനുള്ള സാധ്യത വളരെ വിരളമാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അടുത്തടുത്ത് 2 സംവരണ മണ്ഡലങ്ങളുള്ള ഏതെങ്കിലും മണ്ഡലങ്ങൾ കേരളത്തിലുണ്ടെങ്കിൽ എന്ന്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. തൽക്കാലം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.